ആദില നൂറയെ വീട്ടിൽ കയറ്റില്ല, പറഞ്ഞതിൽ ഉറച്ചുതന്നെ, എവിക്ട് ആയതിനു പിന്നാലെ ലക്ഷ്മി. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാൻ ഇനി വെറും 3 ആഴ്ച മാത്രമാണ് ബാക്കി. ആരാകും ബിഗ് ബോസ് കിരീടം നേടുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. 10 മത്സരാർത്ഥികളിൽ ലക്ഷ്മി കഴിഞ്ഞ ദിവസം എവിക്ട് ആയിരുന്നു. ഇതോടെ 9 മത്സരാർത്ഥികളാണ് ഇനി ഷോയിൽ ബാക്കിയുള്ളത്. വൈൽഡ് കാർഡ് എൻട്രിയായി എത്തി ശ്രദ്ധ നേടിയ മത്സരാർത്ഥിയായിരുന്നു ലക്ഷ്മി. ഷോയിൽ ലക്ഷ്മി നടത്തിയ പല പരാമർശങ്ങളും ഹൗസിനുള്ളിലും പുറത്തും വലിയ ചർച്ചയായി മാറിയിരുന്നു. പ്രത്യേകിച്ച് ആദില നൂറയെ തന്റെ വീട്ടിൽ കയറ്റില്ലെന്ന പരാമർശം. ഒരു ടാസ്കിന് പിന്നാലെ ആയിരുന്നു ആദിലയെയും നൂറയെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് ലക്ഷ്മി പറഞ്ഞത്. പിന്നാലെ വലിയ ചർച്ചകൾ നടന്നു. ഫാമിലി വീക്കിൽ ഇരുവരെയും സിറ്റൌട്ടിൽ ഇരുത്താമെന്ന് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇടയ്ക്ക് അമ്മ പറഞ്ഞല്ലോ വീട്ടിൽ വരാമെന്ന തരത്തിൽ ആദിലയെയും നൂറയെയും ലക്ഷ്മി ക്ഷണിച്ചതും ഹൗസിനുള്ളിൽ കാണാൻ സാധിച്ചു. എന്നാൽ എവിക്ട് ആയതിനു പിന്നാലെ വീണ്ടും ഇരുവരെയും വീട്ടിൽ കയറ്റില്ലെന്ന് ഉറപ്പിച്ചു തന്നെ ലക്ഷ്മി പറയുകയാണ്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ലക്ഷ്മി ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഞാൻ ഹാപ്പിയാണ്. നന്ദി. ഇത് അൺഫെയർ എവിഷനൊന്നുമല്ല, ഇതൊരു ഗെയിമാണ്. എവിഷൻ ഏത് ആഴ്ചയിൽ വേണമെങ്കിലും ആവാം. നിലവിൽ നെവിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി. ഗെയിമറാണ് അവൻ. ആദിലയെയും നൂറയെയും വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് മാറ്റിപ്പറയണമെന്നും തോന്നിയില്ല. പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം. അതേസമയം എയർപോർട്ടിലെത്തിയ ലക്ഷ്മിക്ക് വലിയ സ്വീകരണമായിരുന്നു വീട്ടുകാരും സുഹൃത്തുക്കളും ഒരുക്കിയിരുന്നത്. പൂമാല ഇട്ടായിരുന്നു ലക്ഷ്മിയെ അവർ സ്വീകരിച്ചത്. വേദലക്ഷ്മിയുടെ മകനെ ബിഗ് ബോസിനുള്ളിൽ മനപൂർവ്വം കയറ്റിയില്ല എന്നാരോപിച്ച് സഹോദരനും ഭർത്താവുമടക്കം രംഗത്തു വന്നിരുന്നു. ലക്ഷ്മിയും ഭർത്താവും വിവാഹമോചനത്തിന് തയ്യാറെടുക്കുന്നതിനാൽ ചില നിയമപരമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനാലാണ് ലക്ഷ്മിയുടെ കുഞ്ഞിനെ ഹൗസിൽ കയറ്റാതിരുന്നത് എന്നായിരുന്നു അണിയറപ്രവർത്തകർ നൽകിയ വിശദീകരണം. എന്നാൽ താൻ സമ്മതം കൊടുത്തിട്ടും കുഞ്ഞിനെ കാണാൻ ലക്ഷ്മിയെ ബിഗ് ബോസ് അനുവദിച്ചില്ലെന്നായിരുന്നു ലക്ഷ്മിയുടെ ഭർത്താവ് അനന്തപത്മനാഭൻ ആരോപിച്ചത്. പുറത്തിറങ്ങിയതിനു ശേഷം ഏഷ്യാനെറ്റിനു നൽകിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ചെല്ലാം തുറന്നു സംസാരിക്കുകയാണ് വേദലക്ഷ്മി. കൺഫഷൻ റൂമിൽ വെച്ച് താൻ മകനെ കണ്ടിരുന്നു എന്നും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓഡീഷന് വന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് ടീമിനോട് പറഞ്ഞിരുന്നതാണെന്നും അഭിമുഖത്തിൽ ലക്ഷ്മി സമ്മതിക്കുന്നുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് മകനെ ഹൗസിൽ കയറ്റാതിരുന്നതെന്ന് എനിക്കറിയാം. അതിൽ ക്ലാരിറ്റി കുറവില്ല. ഈ വിഷയത്തിൽ ഭർത്താവ് വീഡിയോ ഇട്ടതിനോടും താൽപ്പര്യമില്ല. ബ്രദറും ഭർത്താവുമെല്ലാം ഇത്തരത്തിൽ വീഡിയോ ഇട്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. കുഞ്ഞിനെ ബി ടീം ഒറ്റയ്ക്ക് പുറത്തു നിർത്തില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. കുഞ്ഞിനൊപ്പം കൂട്ടായി എന്റെ ബ്രദർ നിന്നതിൽ എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല. ഞാൻ കൺഫഷൻ റൂമിൽ വെച്ച് മോനെ കണ്ടിരുന്നു. ബ്രദർ ഹൗസിലേക്ക് വരാതെ കുട്ടിക്കൊപ്പം പുറത്ത് കൂട്ടായി നിന്നതിനോട് ഞാൻ യോജിക്കുന്നു എന്നും അഭിമുഖത്തിൽ ലക്ഷ്മി പറഞ്ഞു. വേദലക്ഷ്മിയാണ് ഇന്നലത്തെ എപ്പിസോഡില് ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങി പുറത്തേക്ക് വന്നത്. പുറത്തെത്തിയ ലക്ഷ്മി മോഹൻലാലിനോട് പ്രതികരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിക്കുന്നത്. ലക്ഷ്മിയുടെ അഭിപ്രായത്തിൽ ഇതിന്റെ വിന്നർ ആരായിരിക്കും എന്നാണ് കരുതുന്നത് എന്നായിരുന്നു മോഹൻലാല് ചോദിച്ചത്. ഇതിന് വ്യക്തമായി ലക്ഷ്മി മറുപടി നൽകുകയും ചെയ്തു. ലക്ഷ്മിയുടെ വാക്കുകള്: ഞാൻ ഇവിടെ വരുമ്പോൾ എന്റെ ഫേവറേറ്റീവ് കണ്ടസ്റ്റന്റ് നെവിനാണ്. അകത്ത് കയറിയിട്ടും നെവിനാണ്. ഇപ്പോൾ ഞാൻ ഇറങ്ങുമ്പോഴും നെവിനോട് പറഞ്ഞതും ഇതാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഫിറ്റ്നസ് ശ്രദ്ധിക്കണമെന്ന്. പല ആസ്പെക്ട്സ് ഉള്ള ഒരു മനുഷ്യനാണ് നെവിൻ. ആൾക്ക് അച്ചടക്കത്തിന്റെ ഒരു കുറവേയുള്ളൂ. ഗെയിമറാണ്, നല്ല ബുദ്ധിയുണ്ട്. ഫിസിക്കൽ ടാസ്കാണ് ഇനി വരുന്നത്. നെവിനാണ് എന്റെ കണ്ണിൽ ഏറ്റവും അർഹനായ വ്യക്തി.